മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് 900 ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. ആവശ്യമെങ്കിൽ 100 ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പമ്പയിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതനുസരിച്ച് പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിങ്ങിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും. പരാതികൾ കുറഞ്ഞ ഒരു സീസണായിരുന്നു ഇത്തവണത്തേതെന്നും മന്ത്രി പറഞ്ഞു. പമ്പയിൽ വന്ന് അയ്യപ്പന്മാരുമായി സംസാരിച്ചിരുന്നു. KSRTCയുടെ സേവനങ്ങളിൽ സംതൃപ്തരാണ് അയ്യപ്പന്മാരെന്ന് ബോധ്യപ്പെട്ടു. മികച്ച രീതിയിൽ KSRTC സർവീസുകൾ നടക്കുന്നത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട ഇത്തവണ റോഡപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതും ആശ്വാസകരമാണെന്നും മന്ത്രി അറിയിച്ചു. റോഡപകടങ്ങൾ കുറയ്ക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ അടുത്ത സീസണിൽ ഒരുക്കും. ട്രാൻസ്പോർട്ട് എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് മുള കൊണ്ട് ബാരിക്കേഡ് വെച്ചു, പൈപ്പൊക്കെ വെച്ച് കെട്ടി ബാരിക്കേഡ്. പക്ഷേ ഇപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് ദിവസം കൂടെ ബാരിക്കേഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പ്രമോദിനോട് പറയുന്നത്, ഇവിടെ വരുമ്പോൾ നമ്മൾ ആ പാലത്തിലൊന്ന് കയറുന്ന, ഞാൻ അരുണിനോടും പറഞ്ഞു, ആ പാലം വന്ന് കയറുന്നിടത്ത് ആളുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല, കാരണം വണ്ടികൾ നിരത്തിയിട്ടിട്ടുണ്ട്. അതിലേക്ക് വന്ന് കൃത്യമായി അപകടമില്ല, കാരണം ഓടുന്ന വണ്ടിയുടെ പുറകിൽ ഓടുന്ന അമ്മമാരെയൊക്കെ കാണാമായിരുന്നു അന്ന്. ഇപ്പോൾ എല്ലാവരും വരുന്നു, കറക്റ്റ് ഒരു ടീം വന്നു കഴിഞ്ഞാൽ ആ ടീമിൽ ഒരുമിച്ച് ഒരു വണ്ടി കയറാനും പോകാനുള്ള സൗകര്യമുണ്ട്. ഞാൻ KSRTCയുടെ പ്രവർത്തനങ്ങളും MVDയുടെ സേഫ് സോൺ പ്രവർത്തനങ്ങളും വിലയിരുത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാണ് വൈകിയത്. പമ്പ ശ്രീരാമസാഹിതം ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രമോദ് ശങ്കർ, സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അരുണസ് നായർ തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.